നമസ്കാരം. മറുനാടൻ മലയാളി ഒരു തെരഞ്ഞെടുപ്പ് പ്രവചന മത്സരം നടത്തുന്നു എന്ന കാര്യം പ്രേക്ഷകർക്കൊക്കെ അറിയാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നലെ ഞങ്ങൾ അത് അനൗൺസ് ചെയ്തിരുന്നു. മറുനാടൻ യൂട്യൂബ് ചാനലിലും മറുനാടൻ ഓൺലൈൻ പോർട്ടലിലുമൊക്കെ അതിന് വിശദാംശങ്ങൾ കൊടുത്തിരുന്നു. 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ആരായിരിക്കും സർക്കാർ ഉണ്ടാക്കുന്നത്? UDFും LDFും എത്ര സീറ്റുകൾ വീതം നേടും? BJP എത്ര സീറ്റ് നേടും? ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി? തുടങ്ങിയ 5 ജനറൽ ചോദ്യങ്ങളും 31 സീറ്റുകളിൽ ആരെ തെരഞ്ഞെടുക്കും എന്നതുമായിരുന്നു ചോദ്യാവലി. ഇതിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിൽ ചില അപാകതകളുണ്ട് എന്ന് പലരും പറയുന്നു. ഇവരിൽ ആരുമല്ല എന്നൊരു ഉത്തരം കൂടി കൊടുക്കേണ്ടതായിരുന്നു എന്ന് ചിലർ പറയുന്നുണ്ട്. മത്സരം അനൗൺസ് ചെയ്ത പശ്ചാത്തലത്തിൽ അതിൽ തിരുത്തൽ വരുത്തുക അപ്രായോഗികമായതുകൊണ്ട് ഞങ്ങൾ അതിന് തുനിയുന്നില്ല. എന്നാൽ ഒരു കാര്യം പറയട്ടെ, ഇവരിൽ ആരുമല്ലെങ്കിൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം മത്സരത്തിന് പരിഗണിക്കുന്നതല്ല. ഒരൊറ്റ ദിവസം കൊണ്ട് ഏതാണ്ട് 40,000-ഓളം പേരാണ് ഈ പ്രവചന മത്സരത്തിൽ പങ്കെടുത്തത്. ഇതിൽ ഒന്നാമതെത്തുന്ന ആൾക്ക് കല്യാൺ ജുവലറി സ്പോൺസർ ചെയ്യുന്ന 1 പവൻ സ്വർണ്ണമാണ് സമ്മാനമെങ്കിൽ, രണ്ടാമതെത്തുന്ന ആൾക്ക് ജെയിൻ യൂണിവേഴ്സിറ്റി സ്പോൺസർ ചെയ്യുന്ന iPhone 17ഉം, മൂന്നാമതെത്തുന്ന ആൾക്ക് ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് സ്പോൺസർ ചെയ്യുന്ന iPhone 17ഉമായിരിക്കും കൊടുക്കുക. 4 മുതൽ 7 വരെയുള്ള സമ്മാനങ്ങൾ, 4 സമ്മാനങ്ങൾ ഓരോ ദിവസം ഇടുക്കി കുളമാവിലെ കാനനം റിസോർട്ടിലെ താമസമാണ്. അങ്ങനെ 7 സമ്മാനങ്ങളാണ് കൊടുക്കുന്നത്. മത്സരത്തിൽ ഇപ്പോഴും നിങ്ങൾക്ക് പങ്കെടുക്കാം. മത്സരത്തിൽ പങ്കെടുക്കാൻ ലിങ്ക് ഇതോടൊപ്പം കൊടുത്തിട്ടുണ്ട്. ഈ 5 ജനറൽ ചോദ്യങ്ങൾക്കൊപ്പം 31 നിയമസഭാ മണ്ഡലങ്ങളിൽ ആര് ജയിക്കും എന്നായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ചോദ്യാവലിയിൽ. അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് ലിങ്കിൽ കിട്ടും. എന്നാൽ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഞങ്ങൾ ഒരു സഹായം കൂടി ചോദിക്കുകയാണ്. ഇതിനോടകം വോട്ട് ചെയ്തവരും വോട്ട് ചെയ്യാത്തവരും ഇതിനോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മത്സരം ഇന്നലെ പ്രഖ്യാപിച്ച 36 ചോദ്യങ്ങളിൽ തന്നെയാവും. എന്നാൽ 54 മണ്ഡലങ്ങളിൽ കൂടി ആര് ജയിക്കുമെന്നാണ് നിങ്ങൾ കണക്കാക്കുന്നത് എന്നറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് മത്സരത്തിൻ്റെ ഭാഗമല്ല. ഇത് ഞങ്ങളുടെ എക്സിറ്റ് പോളിൻ്റെ ഭാഗമായി ഞങ്ങൾ ശേഖരിക്കുന്ന ഡാറ്റയിൽ ഉൾപ്പെടുത്താനുള്ളതാണ്. ദയവായി നിങ്ങൾ ഇതിനോടുകൂടി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വാർത്തയുടെ ഡിസ്ക്രിപ്ഷൻ പേജിലും കമൻറ്റ് ബോക്സിലും ഞങ്ങൾ പിൻ ചെയ്തിടുന്നുണ്ട്. ദയവായി ഇന്നലെ വോട്ട് ചെയ്തവർ അടക്കമുള്ളവർ ഈ പുതിയ ലിങ്കിൽ കൂടി ക്ലിക്ക് ചെയ്ത് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വീണ്ടും ആവർത്തിക്കുന്നു, ഇതിന് മത്സരവുമായി ഒരു ബന്ധവുമില്ല. ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകരും ഇതിനോട് സഹകരിക്കണം. ഇതിൽ നിങ്ങൾ എത്ര ശരിയാക്കിയാലും തെറ്റിയാലും ഞങ്ങൾ സമ്മാനം തരുന്നതല്ല. പക്ഷേ ദയവായി ഞങ്ങളോട് സഹകരിക്കുക. നിങ്ങളുടെ ഉത്തമ ബോധ്യത്തിൽ നിങ്ങൾ ചെയ്യുക. വോട്ട് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ രാഷ്ട്രീയം എന്താണെങ്കിലും ആ പറയുന്ന രാഷ്ട്രീയം ഇവിടെ പ്രതിഫലിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്തു എന്നത് ഇവിടെ പ്രസക്തമല്ല. ആര് ജയിക്കുമെന്നാണ് നിങ്ങൾ കണക്കാക്കുന്നത് എന്നതാണ് പ്രസക്തം. ദയവായി പുതിയ ഫോം കൂടി ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏതെങ്കിലും ഒരു Gmail അഡ്രസ്സിലൂടെ ഓപ്പൺ ചെയ്യുന്നവർക്ക് മാത്രമേ ഇതിൽ വോട്ട് ചെയ്യാൻ കഴിയൂ. ഒരാൾക്ക് 1 വോട്ട് മാത്രമേ ചെയ്യാൻ അവകാശമുള്ളൂ. ഞങ്ങൾ പുതുതായി ഉൾപ്പെടുത്തിയിരിക്കുന്ന 54 മണ്ഡലങ്ങൾ ഇവയാണ്: ഉദുമ, പയ്യന്നൂർ, അഴീക്കോട്, കൂത്തുപറമ്പ്, നാദാപുരം, കൊയിലാണ്ടി, ബാലുശ്ശേരി, ഏലത്തൂർ, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത്, കുന്നമംഗലം, മാനന്തവാടി, ഒറ്റപ്പാലം, ഷൊർണൂർ, പട്ടാമ്പി, ആലത്തൂർ, നെന്മാറ, ഒല്ലൂർ, ഇരിങ്ങാലക്കുട, കുന്നംകുളം, വടക്കാഞ്ചേരി, പുതുക്കാട്, നാട്ടിക, കൊടുങ്ങല്ലൂർ, ഗുരുവായൂർ, ചാലക്കുടി, പെരുമ്പാവൂർ, വൈപ്പിൻ, തൃപ്പൂണിത്തറ, കോതമംഗലം, ഉടുമ്പൻചോല, പീരിമേട്, വൈക്കം, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, റാന്നി, കോന്നി, അടൂർ, അരൂർ, ചേർത്തല, ആലപ്പുഴ, കുട്ടനാട്, കുന്നത്തൂർ, ചടയമംഗലം, കൊല്ലം, ഇരവിപുരം, ചാത്തന്നൂർ, വർക്കല, ആറ്റിങ്ങൽ, വാമനപുരം, ചിറയൻകീഴ്, അരുവിക്കര, കാട്ടാക്കട, നെയ്യാറ്റിൻകര. ഇങ്ങനെ 54 മണ്ഡലങ്ങളിൽ കൂടി നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ തേടുകയാണ്. നേരത്തെ മത്സരത്തിൻ്റെ ഭാഗമായി 31 മണ്ഡലങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. ഇവയൊക്കെയാണ്: മഞ്ചേശ്വരം, തൃക്കരിപ്പൂർ, തളിപ്പറമ്പ്, പേരാവൂർ, പേരാമ്പ്ര, ബേപ്പൂർ, തിരുവമ്പാടി, തവനൂർ, പൊന്നാനി, തൃത്താല, പാലക്കാട്, തൃശൂർ, മണലൂർ, കളമശ്ശേരി, കൊച്ചി, കുന്നത്തുനാട്, ദേവികുളം, ഇടുക്കി, പാല, ഏറ്റുമാനൂർ, പൂഞ്ഞാർ, തിരുവല്ല, ആറന്മുള, അമ്പലപ്പുഴ, കായംകുളം, കൊട്ടാരക്കര, പത്തനാപുരം, കഴക്കൂട്ടം, തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, നേമം. ഇത് 31 മണ്ഡലങ്ങളാണ്. ഇവ മത്സരത്തിൻ്റെ ഭാഗമാണ്. ഇവയിൽ വോട്ട് ചെയ്തവർ വീണ്ടും വോട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. ഒന്നിലധികം വോട്ട് ചെയ്താൽ അത് അസാധുവാകും. ഇവയിൽ വോട്ട് ചെയ്തവർ ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പുതിയ ലിസ്റ്റിൽ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി അവയിൽ കൂടി വോട്ട് ചെയ്യുക. ഈ മാസം 30-ാം തീയതി അർദ്ധരാത്രി 12 മണി വരെയാണ് വോട്ടെടുപ്പ്. ദയവായി പ്രിയപ്പെട്ട പ്രേക്ഷകർ സഹകരിക്കുക.